മേക്കിംഗ് ആണ്. ഫസ്റ്റ് പോക്കറ്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള 3 ഫ്ലവേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിറ്റ്കാറ്റ്, പിന്നെ സ്റ്റിക്ക്. അപ്പോൾ ഇനി നമ്മൾ കിറ്റ്കാറ്റ് എങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. കിറ്റ്കാറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു റാപ്പിൻ്റെ ബാലൻസ് പോർഷന് കാണുമല്ലോ, ബ്ലാക്ക് കളർ ആകുമ്പോഴല്ലോ ഇതൊക്കെ റേറ്റൊക്കെ ഉണ്ടാവുക. അതിൻ്റെ മേലെ അടിയിലായിട്ട് സ്റ്റിക്ക് വെച്ച് കൊടുത്തതിന് ശേഷം സെല്ലോ ടാപ്പ് എടുത്ത് അതിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സെല്ലോ ടാപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം, കാരണം എന്തെങ്കിലും ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ സെല്ലോ ടാപ്പ് കറക്റ്റ് ലെങ്ത്തിന് വെട്ടി കുറച്ച് വലിയ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ മേൽ പോർഷന് ഈ സ്റ്റിക്കിനെ കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് എല്ലാത്തിൻ്റെതും അങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ ഏത് സ്വീറ്റ്സാണ് ചോക്ലേറ്റ്സ് ഏതാണെങ്കിലും ഇങ്ങനെയാണ് ഒട്ടിക്കുക. ഇനിയിപ്പോൾ ഫെറാറോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ടാപ്പ് യൂസ് ചെയ്യില്ല, ജസ്റ്റ് ഈ സ്റ്റിക്ക് മേലേക്ക് സ്റ്റിക്ക് ജസ്റ്റ് മുട്ടായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുള്ളൂ, കുത്തി കൊടുക്കുള്ളൂ. ഞാൻ തെർമോക്കോളിലാണ് ചെയ്യുന്നത്. തെർമോക്കോളിൻ്റെ മേലെ നമ്മളിങ്ങനെ കറക്റ്റ് ലെയറിൽ ഇത് സ്വീറ്റ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് എല്ലാ സ്വീറ്റ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നമുക്ക് ഇപ്പം ബാക്കിൽ 5 6 അങ്ങനെ എത്ര വേണോ അത്ര നമ്മൾ ബാക്കിൽ കൂടുതൽ സ്വീറ്റ്സും ബാക്കിലും അതിൻ്റെ കുറച്ച് സെക്കൻഡ്, പിന്നെ അതിൻ്റെ കുറച്ച് തേർഡ്, അങ്ങനെ ആയിട്ട് വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഇതിൽ 5 എണ്ണമാണ് ബാക്കിൽ കൊടുക്കുന്നത്, 4 എണ്ണം താഴ്ഭാഗത്ത് ഒരു സെക്കൻഡ് ലെയറിൽ കൊടുക്കുകയാണ്. കറക്റ്റ് എല്ലാതും ഒരേ സൈസിലാക്കി വെക്കാം. അതിന് ശേഷം സെക്കൻഡ് ലെയറിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ താഴേക്ക് മെല്ലെ ഇറക്കി വെക്കുക. കറക്റ്റ് സൈസിന് തന്നെ കിട്ടണം. നമുക്ക് കുറച്ച് ലെങ്ത്ത് കുറവിലാണ് കിട്ടേണ്ടത്. മറ്റേ കിറ്റ്കാറ്റ് കാണിയും വേണം, ഇത് രണ്ടാമത്തതും കാണണം, ബാക്കിലത്തത് ജസ്റ്റ് ഇങ്ങനെ ലെയർ പോലെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഫ്ലവറും അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്ലവർ നമ്മൾ കുറച്ച് ഹൈറ്റ് കുറവിലാണ് വെക്കുന്നത്, കാരണം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ജിപ്സം വെക്കുന്നുണ്ട്, ലാസ്റ്റാണ് വെക്കുക. ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് വെക്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ്സ് ഇങ്ങനെ വെക്കുക ഫ്ലവറിൽ. ഇനി നമുക്ക് ബൊക്കെ ഷീറ്റ് എടുത്ത് ഇതാക്കാം. നമ്മൾ ഫസ്റ്റ് സെൻറ്റർ മടക്കിയതിന് ശേഷം താഴ്ഭാഗത്ത് നിന്ന് കുറച്ച് ഭാഗം മാത്രം മടക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഫോൾഡ് ചെയ്തത് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഫോൾഡ് ചെയ്തെടുത്ത് കറക്റ്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനെ വീണ്ടും സെൻറ്ററാക്കിയിട്ട് പാർട്ടീഷൻ ചെയ്യുക. അപ്പോൾ അത് 2 പീസായിട്ട് മാറും. നമ്മൾ ഒരു വലിയ പോക്കറ്റ് ഷീറ്റ് എടുത്ത് അത് സെൻറ്ററായിട്ട് മടക്കിയതിന് ശേഷം താഴ്ന്ന് കുറച്ച് ഭാഗം മേലോട്ട് മടക്കിയിട്ട് അത് കട്ട് ചെയ്ത് അതിനെ വീണ്ടും സെൻറ്ററാക്കിയതിന് ശേഷം അത് മാറ്റി വെച്ച് വലിയ പോക്കറ്റ് ഷീറ്റ് എടുത്തിട്ട് ഒരു എഡ്ജിൽ നിന്ന് മറ്റേ എഡ്ജിലേക്ക് അങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. 2 സൈഡും അങ്ങനെ തന്നെ ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് ഇതാക്കുമ്പോൾ ഒരു ചെറിയ മടക്ക് ആദ്യം കൊടുത്തിട്ട് അതിൻ്റെ മേലെ അതിൻ്റെ ശേഷം വേണം ബാക്കി മറ്റേ ഭാഗം നോർമലി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ
സൈഡിലേക്കാക്കിയിട്ട് വേണം ഇങ്ങനെ സൈഡിലേക്കാക്കിയിട്ടാണ് നമ്മൾ ഷീറ്റ് ക്രോസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കൊടുത്താൽ കറക്റ്റ് സൈസ് നിൽക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തെർമോക്കോളിൽ നമ്മൾ ഫിക്സ് ചെയ്തത് വെച്ച് കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ വെച്ചത് കറക്റ്റാണ്. ഇനി ടാപ്പ് ഫസ്റ്റ് കറക്റ്റാണെന്ന് കണ്ടാൽ നമുക്കിനി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്ക് സൈഡിൽ ഒരു ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫോൾഡ് ചെയ്ത എല്ലാ ഭാഗങ്ങളും ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ഇതുപോലെ തന്നെ സെയിം ബൊക്കെ ഷീറ്റ് എടുക്കുക. സെയിം താഴ്ന്ന മേപ്പിട്ട് വെട്ടി മടക്കിയതിന് ശേഷം അത് കട്ട് ചെയ്ത് കൊടുക്കാം. അത് വീണ്ടും സെൻറ്റർ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഈ വലിയ ഷീറ്റിനെ സെൻറ്ററാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളാകെ ഈ വലിയ ഷീറ്റിനെ സെൻറ്ററാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളാകെ 2 പോക്കറ്റ് ഷീറ്റ് മാത്രമേ യൂസ് ആക്കുന്നുള്ളൂ. ഈ 2 എണ്ണമായത് വലുത് എടുത്തിട്ട് ഇപ്പം നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ടാപ്പ് ഇട്ടിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേതും ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇത് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കും. ഇതിൽ റബ്ബർ ബാൻഡ് ഇടുന്നത് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ സൈഡിലായിട്ട് രണ്ടും അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം, ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ച പോർഷൻ എടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇടാണ്. ആ ഫ്ലവറൊക്കെ നമ്മളിങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ കംപ്ലീറ്റ് 3 ഫ്ലവറും പുറത്തേക്ക് കാണുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മറ്റേത് രണ്ടും വെച്ചിട്ട് റബ്ബർ ബാൻഡ് ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യാം. ഇനി ചോക്ലേറ്റ് ഇങ്ങനെ ഇളക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റ് ഒന്നിൻ്റെ മേലായിട്ട് നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് സ്റ്റിക്കായിട്ട് നിൽക്കും. നെക്സ്റ്റ് പാർട്ട് വെക്കുക. കറക്റ്റ് സൈസ് ചെയ്ത് വെച്ചതിന് ശേഷം അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടും കൂടി ഒപ്പാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. റബ്ബർ ബാൻഡ് തന്നെ ഇടുന്നത്, അതാണ് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് യൂസ് ചെയ്യാം. തെർമോക്കോളിലൊക്കെ ടാപ്പ് കറക്റ്റ് ORCയിലും തെർമോക്കോളിലൊക്കെ ടാപ്പ് കറക്റ്റ് നിൽക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്
റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത്. റബ്ബർ ബാൻഡ് കറക്റ്റ് വെച്ചു. ഇനി നമ്മൾ ഈ ഫ്രണ്ടിലത്തെ വൈറ്റ് പോർഷന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് ഉള്ള ആ 4 ഷീറ്റുകളും ഇങ്ങനെ നെറി പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ നെറിവെടുക്കാം. നമ്മൾ ഈ പേപ്പർ കൊണ്ടൊക്കെ വീശിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഞെറിയെടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നല്ല ഏറ്റവും റിസ്ക് പോക്കറ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും റിസ്ക് ഈ ഫ്രണ്ട് പോർഷന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടാപ്പ് ചെയ്ത് കൊടുക്കുക, മറ്റേ ഭാഗത്തേക്കായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള പീസസും ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ നെറി പോലെ ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒന്നും കൂടിയും ടൈറ്റായിട്ട് നിൽക്കും. റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കും. ഇപ്പോൾ നമ്മൾ പോക്കറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് തെർമോക്കോളിന്മേൽ സ്റ്റാൻഡായിട്ട് നിൽക്കും. അതാകുമ്പോൾ ഊരിപ്പോരൊന്നും ചെയ്യില്ല. പിന്നെ ബാലൻസ് വന്ന 2 പീസ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് 2 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത വലിയ ഷീറ്റുകൾ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ റബ്ബർ ബാൻഡ് കാണാത്ത രീതിയിൽ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഉള്ളിൽ ജിപ്സം ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക. ഇത്രയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. റിബണ് നമുക്ക് ആ റബ്ബർ ബാൻഡ് മറയുന്ന രീതിയിൽ തന്നെ കെട്ടി കൊടുക്കുക. റിബണ് കംപ്ലീറ്റും ആ റബ്ബർ ബാൻഡ് ഹൈഡ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറ് കെട്ടിക്കൊടുക്കാം. ഞാൻ ജസ്റ്റ് റെഡ് കളറാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ ബാലൻസ് വെച്ച സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ നെറിവെടുക്കാം. നമ്മൾ ഈ പേപ്പർ കൊണ്ടൊക്കെ വീശിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ നെറിയെടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നല്ല ഏറ്റവും റിസ്ക് പോക്കറ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും റിസ്ക് ഈ ഫ്രണ്ട് പോർഷന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടാപ്പ് ചെയ്ത് കൊടുക്കുക, മറ്റേ ഭാഗത്തേക്കായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള പീസസും ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ നെറി പോലെ ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒന്നും കൂടിയും ടൈറ്റായിട്ട് നിൽക്കും. റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കും. ഇപ്പോൾ നമ്മൾ പോക്കറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് തെർമോക്കോളിന്മേൽ സ്റ്റാൻഡായിട്ട് നിൽക്കും. അതാകുമ്പോൾ ഊരിപ്പോരൊന്നും ചെയ്യില്ല. പിന്നെ ബാലൻസ് വന്ന 2 പീസ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് 2 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത വലിയ ഷീറ്റുകൾ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ റബ്ബർ ബാൻഡ് കാണാത്ത രീതിയിൽ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഉള്ളിൽ ജിപ്സം ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക. ഇത്രയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. റിബണ് നമുക്ക് ആ റബ്ബർ ബാൻഡ് മറയുന്ന രീതിയിൽ തന്നെ കെട്ടി കൊടുക്കുക. റിബണ് കംപ്ലീറ്റും ആ റബ്ബർ ബാൻഡ് ഹൈഡ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറ് കെട്ടിക്കൊടുക്കാം. ഞാൻ ജസ്റ്റ് റെഡ് കളറാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ ബാലൻസ് വെച്ച സ്ഥലത്ത് ജിപ്സം ഫ്ലവർ വെച്ച് കൊടുത്താൽ നമ്മളെ ബൊക്ക മേക്കിങ് അവസാനിക്കും. അപ്പോൾ നമുക്ക് ഇനി ജിപ്സം എല്ലായിടത്തും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചോക്ലേറ്റ് പോക്കറ്റ് ഉണ്ടാക്കൽ. ക്ലാസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൽ വല്ല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം. ഗ്രൂപ്പിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടി കാണിക്കണ്ട, എന്തായാലും ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള ബൊക്കൻ്റെ ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഫോൾഡിങ്ങിൽ തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലെ പേപ്പർ. ഇപ്പോൾ നമ്മളിലുള്ളത് വലിയൊരു ബൊക്കെ ഷീറ്റ്. ഇപ്പോൾ ഇത് ബൊക്കെ ഷീറ്റല്ല, ഇത് ജസ്റ്റ് ഇതൊരു പേപ്പറാണ്. ഇതും പേപ്പറാണ്. ഈ ഒരു പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഫസ്റ്റ് സെൻറ്റർ വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. കത്രിക വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പീസ് എടുത്തിട്ട് അത് ഇങ്ങനെ കുറച്ച് ഭാഗം ഈ ഒരു ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്യാണ്. ഇത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. സെയിം തന്നെ ഈ ഒരു പോർഷനിലും നമ്മൾ ഹാഫാക്കിയിട്ടുള്ളതിലും കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് കൊടുത്ത പീസ് ഈ താഴ്ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ താഴ്ന്ന് ഈ പോർഷനിൽ നിന്ന് ഇങ്ങനെ പിന്നീക്ക് ഇതാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതേപോലെ തന്നെ താഴ്ന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ എന്തിലാണോ ചെയ്യുന്നത്
ചെയ്യുന്നത് ആ ഒരു ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ സെയിം കട്ട് ചെയ്ത് വെച്ചത് ഇതേപോലെ തന്നെ രണ്ട് ഭാഗമെല്ലാം വലുതാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ. ഞാനിപ്പോൾ ഉള്ളത് വെച്ച് ചെയ്യാണ്. എന്നിട്ട് ഇങ്ങനെ ഈ പോർഷനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് റബ്ബർ ബാൻഡ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റ് പേപ്പേഴ്സും ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. അങ്ങനെ നമുക്ക് എത്രത്തോളം ലെയർ വേണോ അത്ര ലെയറോളം നമ്മൾ എത്ര ലെയറാണോ വേണ്ടത് അത്രയും ലെയർ നമ്മൾ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തതിൽ ഈ ബാലൻസ് വരുന്ന പോർഷന് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് അത് ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് രണ്ട് ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്യണം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് കെട്ടി കൊടുക്കുക. അങ്ങനെ കെട്ടി കൊടുത്താൽ റിബൺ വെച്ച് കെട്ടി കൊടുത്താൽ ഒക്കെ റെഡിയാവും. ഇതിപ്പോൾ ചെറിയ മിനി സൈസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് നിങ്ങൾ വലിയ സൈസസ്. ഇപ്പോൾ നമ്മൾ വലിയ പോക്കറ്റ് ഷീറ്റാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ മിനിയാണ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിനി വെച്ചിട്ട് ചെയ്ത് ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്തതാണ്. ഒരു പേപ്പറും ഒരു ഫ്ലവറും വെച്ച് ചെയ്തതാണ്. വേറെ ഇതിന് കംപ്ലീറ്റ് എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഉള്ളത് വെച്ച് ചെയ്തതാണ്. അപ്പം ഇതിൽ ഓരോ ലെയർ ഇതാക്കുമ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം ലാസ്റ്റ് വരുമ്പോൾ ഇതെല്ലാതും കൂടിയിട്ട് ഇതാക്കാം. റബ്ബർ ബാൻഡ് വെച്ചിട്ട് തന്നെ കെട്ടിയതിന് ശേഷം അതിൻ്റെ മേലെ റിബൺ കെട്ടി കൊടുക്കുക. ഇങ്ങനെയാണ് ഒക്കെ ചെയ്യുക. ഇനിയിപ്പോൾ 4 ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ വലിപ്പം കൂടും. അപ്പോൾ ഫ്ലവറിൻ്റെ ഇത് 4 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്നെങ്കിൽ നിങ്ങളതിൽ സ്പോഞ്ച്, ഇപ്പോൾ കിറ്റ് വാങ്ങിച്ചവരാണെങ്കിൽ സ്പോഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് തെർമോക്കോളില്ലേ, തെർമോക്കോളിമേ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് സൈസിൽ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണേ. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.